ഇതൊരു കുടുംബത്തിന്റെ ചരിത്രം മാത്രമല്ല, ഒരു കുടുംബം നൂറ്റാണ്ടുകളിലൂടെ ഒരു നാടിന്റെ സാഹോദര്യത്തിലും വികസനത്തിലും വേരു പടർത്തിയതിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കൽ കൂടിയാണ്. രാജ്യാന്തര തലത്തിലും രാഷ്ട്രീയമായും വാണിജ്യ മേഖലയിലും സാംസ്കാരിക രംഗത്തും ആ കുടുംബം അടയാളപ്പെടുത്തിയ രജതരേഖകളിലൂടെ കടന്നു പോകാനുള്ള എളിയ ശ്രമം കൂടിയാണ് ഈ ചിത്രം. ഇന്ത്യ ചരിത്രത്തിന്റെ ചുമരുകളിൽ ഇസ്ലാം മതം അടയാളപ്പെട്ടു തുടങ്ങുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽക്കാണ്. ഏത് സംസ്കാരത്തെയും ഹൃദയപൂർവ്വം സ്വീകരിച്ച് ആനയിച്ച ഭാരതം ഗ്രീക്കുകാർക്കും റോമാക്കാർക്കും ശേഷം കടന്നുവന്ന നബിയുടെ പിന്മുറക്കാരെയും തന്റെ പ്രാണധമനികളിലേക്ക് ഉൾച്ചേർത്തു. വ്യാപാര വിനിമയത്തിൽ ആരംഭിച്ച് പതിയെ സാംസ്കാരിക വിനിമയങ്ങളിലൂടെ ശക്തിപ്പെട്ട് മാനുഷിക ബന്ധങ്ങളിലൂടെ പടർന്ന് ഒരു വലിയ സമൂഹമായി ഇസ്ലാം പരിണമിച്ചു. ഓരോ ദേശത്തിന്റെയും ചരിത്രത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും പോരാട്ടങ്ങളിലും നിർണായക സ്വാധീനമായി. മതങ്ങൾക്കപ്പുറത്ത് മാനവികതയുടെ മുഖമുദ്രയായി ആ ഉജ്ജ്വല പാരമ്പര്യത്തിൽ വേരുകൾ ആഴ്ത്തി പടർന്നു പന്തലിച്ച വംശ പരമ്പരയാണ് ആറങ്ങോത്ത് തറവാട്. തലശ്ശേരിയിൽ നിന്നും 2 സംസ്ഥാനങ്ങളിലേക്കുള്ള അന്തർദേശീയ പാതയിലാണ് വേറ്റുമ്മൽ എന്ന ഗ്രാമം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പല പടയോട്ടങ്ങളും കുടകിൽ നിന്നും വയനാട്ടിൽ നിന്നുമുള്ള വ്യാപാരങ്ങളും ഈ വഴി കടന്നുപോയി. നിറയെ വേരുകളുള്ള ഒരു വൻമരമായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത. യാത്രികരുടെയും വ്യാപാരികളുടെയും പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായിരുന്നു വേറ്റുമ്മൽ. അതിന്റെ വേരുകളിലായിരുന്നു യാത്രികരുടെ വിശ്രമം. അങ്ങനെയാണത്രേ വേറ്റുമ്മൽ എന്ന സ്ഥലത്തിന്റെ സ്ഥലപുരാണം. നിർണായകമായ ഇടപെടലുകളിലൂടെ വേറ്റുമ്മൽ ദേശത്തിന്റെ ചരിത്രത്തിലും പുരോഗതിയിലും സ്വാധീനം ചെലുത്തിയ കുടുംബമാണ് ആറങ്ങോത്ത് കുടുംബം. രണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും ലഭിച്ച ചരിത്രത്തിന്റെയും ഓർമ്മകളുടെയും നൂലുകളിൽ കൊരുത്താണ് ഈ കുടുംബ ഗാഥ കോർത്തിണക്കുന്നത്. തലമുറകൾ പിന്നിട്ടപ്പോൾ പല തറവാടുകളുടെ കൈവഴികളിലൂടെ കുടുംബം പടർന്നു പന്തലിച്ചു. മുഹമ്മദ്, അബ്ദുൾ റസാഖ്, ഉമ്മർകുട്ടി, അലീമ, ഫക്കിച്ചി എന്നീ സഹോദരന്മാരുടെ തലമുറയിൽ നിന്നുമാണ് ആറങ്ങോത്ത് കുടുംബത്തിന്റെ ചരിത്രം ലഭ്യമായി തുടങ്ങിയത്. ഇവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇന്നത്തെ വേറ്റുമ്മൽ പത്തായക്കുന്ന് റോഡിൽ പരേതനായ അബൂബക്കർ എന്നിവരുടെ കുടുംബം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന 40 സെന്റ് സ്ഥലത്ത് മൺകട്ട കൊണ്ട് നിർമ്മിച്ചിരുന്ന ഓലമേഞ്ഞ ഒറ്റ നിലയിലുള്ള 2 വീടുകളിലായിരുന്നു മേൽപ്പറഞ്ഞ 5 സഹോദരന്മാരും ജീവിച്ചിരുന്നത്. ആ വീടും സ്ഥലവും നിലനിന്നിരുന്ന സ്ഥലമാണ് ആറങ്ങോത്ത് തറവാട് എന്നറിയപ്പെട്ടിരുന്നത്. മേൽപ്പറഞ്ഞ മുഹമ്മദ് നാട്ടുകാരനവരായിരുന്നു. പാനൂർ പീടിക സ്വദേശിയായിരുന്ന ആമിനയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവരുടെ താവഴിയാണ് റേരോത്ത് മൊയ്തുവിന്റെ കുടുംബം. പേരുകെട്ട സ്ഥലമാണ് വേറ്റുമ്മൽ. ഭയങ്കര പേരുകെട്ട കാളവണ്ടിയാണ് ആദ്യം ഉള്ളത്. ചരക്കുണ്ട് കല്ല് വലിക്കൽ മൂലി വണ്ടിയിലാണ്. കല്ല് എനിക്ക് ഓർമ്മയുണ്ട്.
കല്ലുണ്ടല്ലോ, ഈ കല്ല് കൊണ്ടുവെക്കും. പിന്നെ കൊപ്പര വടകരക്ക് കൊണ്ടുവെക്കും എല്ലാം. അത് പിന്നെ ഏട്ടും സ്ഥലവും വടകരക്ക് ഞാൻ 2-3 പ്രാവശ്യം പോയി. 2-3 പ്രാവശ്യം പോയി. അടിച്ച് പായിപ്പിക്കുക. എന്നിട്ട് അവിടെ കഴിച്ച് വെള്ളം കൊടുത്ത് പിടിച്ച് മുതിരയെല്ലാം ചട്ടിയിലിട്ട് അരച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഷോട്ടാക്കും. പിന്നെ അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ തോടല്ല, ഭയങ്കര തോട്. അവിടെ വന്ന് 3-4 ജോഡി മുയലെ കുളിപ്പിക്കും. താവണി നശിൻ്റെ ഉണക്കേണ്ടത് ഇവരെ 2 ജോഡി എല്ലാം കൊണ്ട് കുളിപ്പിക്കുക. എന്നിട്ട് ഈ വൈ എടിയാ മുരി പോകുന്ന വലിയ അടിയാ ഇത് ഇങ്ങനെ പോകും. ഇവരുടെ താവഴിയിൽപ്പെട്ട മറ്റൊരു കുടുംബമാണ് മാക്കൂൽ പീടിക. പാനൂർ പീടിക ഭാഗത്ത് ഇപ്പോൾ താമസിക്കുന്ന പൊയ്തുണ്ണി കുടുംബം. അന്തർസാക്ക എന്നറിയപ്പെട്ടിരുന്ന അബ്ദുൾ റസാഖ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ളവരെ ചികിത്സിച്ചിരുന്ന ഒരു നാടൻ ചികിത്സകനായിരുന്നു. ഇന്നത്തെ മേലെ വേറ്റുമ്മലായിരുന്നു ചികിത്സാ കേന്ദ്രം. പാനീയങ്ങളുടെ വിൽപ്പനയും അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശം വ്യാപാരികളുടെ ഇടത്താവളമായിരുന്നതിനാൽ ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും ഫലവർഗ്ഗങ്ങളും മലഞ്ചരക്ക് സാധനങ്ങളും തലശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അവർ തെരഞ്ഞെടുത്തിരുന്നത് ഇവിടമായിരുന്നു. അബ്ദുൾ റസാഖ് അലീമ ദമ്പതികൾക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ഖദീസോമ്മയും മറ്റേയാൾ അസൂട്ടിയും. 6-ാം മൈൽ കുന്നിനുമീത്തൽ എന്ന സ്ഥലത്തും കോട്ടയം പോയിലുമായിട്ടാണ് ആ കുടുംബത്തിന്റെ പിന്തുടർച്ച ഉണ്ടായത്. ഉമ്മർകുട്ടി ഖദിയയാണ് വിവാഹം ചെയ്തത്. ഇവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. മൊയ്തു, പോക്കു, കുഞ്ഞേത്, കുഞ്ഞാമിന എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഈ 4 പേരുടെ പിന്തുടർച്ചയാണ് തൈപ്പറമ്പത്ത് കുടുംബം. അലീമ ഖാദിരി ദാമ്പത്യത്തിലും 4 മക്കളാണ് പിറന്നത്. ഫക്കി ഹാജി, ഐസോമ, ഉമയ്യ, പാത്തുമ എന്നിവരായിരുന്നു ആ 4 മക്കൾ. ഇതിൽ മൂത്തയാളായ ഫക്കി ഹാജിക്ക് 7 മക്കളാണ് ഉണ്ടായത്. കുട്ടിയാലി, അബ്ദുള്ള, ഇബ്രാഹിം, സൈനബ, നബീസു, മുഹമ്മദ്, ഉസ്മാൻ എന്നീ മക്കളുടെ തുടർച്ചയാണ് പിന്നീട് ചാലുപറമ്പത്ത് കുടുംബമായി രൂപാന്തരപ്പെട്ടത്. ഐസോമയുടെ സന്തതി പരമ്പരകൾ വലിയ പറമ്പത്ത്, പുതിയപുര എന്നീ കുടുംബാംഗങ്ങളായി പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഉമയ്യയുടെ പിൻതലമുറയാണ് കല്ലുപറമ്പത്ത് കുടുംബം. പാത്തുമ്മയുടെ മക്കളാണ് അറങ്ങോത്ത് ഹസനും ഐസോമയും. ഫക്കിച്ചി വിവാഹം ചെയ്തത് മമ്മദ് എന്ന വ്യക്തിയെയാണ്. ആ ദാമ്പത്യത്തിൽ പിറന്നത് 6 മക്കൾ. ആമിന, ഉമ്മാച്ച, പാത്തുമ്മ, ഐസോമ, ഉമയ്യ, സൂപ്പി എന്നിവരാണ് ആ 6 മക്കൾ. ആമിന പോക്കർ ദമ്പതികൾക്ക് 9 മക്കളാണ്. അതിലെ മൂത്തമകളായ മറിയത്തിന് 3 മക്കൾ. മമ്മു, ഉമയ്യ, സാവാൻ. ചക്കരച്ചുള്ളി അബ്ദുൾ റഹ്മാൻ കുടുംബം ഉമയ്യയുടെ താവഴിയുടേതാണ്. ആമിനയുടെ മറ്റൊരു മകളായ പാത്തുവിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കുട്ടിയാലിയും മറ്റൊരാൾ കുഞ്ഞാമിയും. മുതിയങ്ങ കുറുമ്പിന്റെ അവിടെ കുടുംബവും ദേരോത്ത് ഖാദറും കുടുംബവും ഈ മാതൃപരമ്പരയിൽപ്പെട്ടവരാണ്. മൊയ്തുവിന്റെ ഏക പുത്രനാണ് പോക്കു. ഒരു കാലത്ത് ചൊക്ലി പുന്നോൽ ഭാഗത്ത് താമസിച്ച് ഇപ്പോൾ വേറ്റുമ്മലേക്ക് താമസം മാറിയ കരീമു കുടുംബവും ഈ താവഴി പരമ്പരയിലുള്ളതാണ്. തുടർന്ന് മൂസയ്ക്ക് AKC അബൂബക്കർ, മറിയം, സാറു, ഖദീസു, മൈമൂദ്, ആസിയ, നബീസു എന്നിങ്ങനെ 7 മക്കൾ പിറന്നു. ഇവരാണ് ഇടിഞ്ഞില്ലോത്ത് കുടുംബമായി പിന്നീട് രൂപപ്പെട്ടത്. മായൻകുട്ടിക്കും 7 മക്കൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. മമ്മദ്, സാറു, നബീസു, കുഞ്ഞാമി, മൊയ്തു, അബ്ദുള്ള, കാച്ച എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ദരോത്ത് കുടുംബം എന്ന പേരിൽ ഇവർ പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഐസുവിന് 4 മക്കൾ. മമ്മു, സൂപ്പി, ആമിന, ഖദീസ. ഇവരുടെ സന്തതി പരമ്പരകളുടെ തുടർച്ചയാണ് കോവുമ്മൽ കോയിറ്റി വീട്ടിൽ നാത്ത്, ബീച്ചുമ്മ എന്നിവർ. ഉമ്മാച്ചയ്ക്ക് പോക്കർ, ഖദീസ എന്നീ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. പാത്തുമ്മയ്ക്ക് 3 മക്കളാണ് പിറന്നത്. ഉമ്മായ്യ, കുട്ടിപ്പാത്ത, കുഞ്ഞേത്. ഇവരുടെ പിന്തുടർച്ച ആറങ്ങോത്ത്, കമ്പ്ലാറമ്പത്ത്, ഗുരിക്കൽ പറമ്പത്ത് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഐസോമയുടെ 3 മക്കളാണ് മമ്മു, അലീമ, മറിയു എന്നിവർ. ചന്ദ്രോത്ത്, ബന്നങ്ങാൻ്റെ അവിട എന്നീ 2 കുടുംബങ്ങൾ ഇവരുടെ പിന്തുടർച്ചയാണ്. ഉമയ്യയ്ക്ക് 3 മക്കളാണ്. മമ്മു, മൂസ, ഖദീസ.
ഇവർ പിൽക്കാലത്ത് അറിയപ്പെട്ടത് വാഴയിൽ കുടുംബാംഗങ്ങൾ എന്ന നാമധേയത്തിലാണ്. സൂപ്പിക്ക് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. മമ്മു, കുഞ്ഞാമിന, എർമോ, പാത്തു, CC അബ്ദുറഹ്മാൻ, അബൂബക്കർ എന്നിവരായിരുന്നു ആ 6 മക്കൾ. ഇവരാണ് ചാലുപറമ്പത്ത് കുടുംബമായി രൂപാന്തരപ്പെട്ടത്. ആമിനയുടെ 9 മക്കളിൽ മമ്മദ്, ഉമ്മർകുട്ടി, അബൂബക്കർ എന്നീ 3 പേർക്ക് സന്തതി പരമ്പരകൾ ഉണ്ടായിരുന്നില്ല. കുടുംബ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തിരഞ്ഞു പോകുമ്പോൾ അഭിമാനാർഹമായൊരു ഭൂതകാലമാണ് നമ്മുടെ കുടുംബത്തിന് കണ്ടെത്താനാവുക. ഈ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം ഈ കുടുംബത്തിന്റെ കാരണവന്മാർ അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് ഈ ഭൂമി വിട്ടുപോയത്. നമ്മളെ സൂപ്പിക്കാരനോറെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അറിവ് നമുക്കൊന്ന് പങ്കുവെച്ചാൽ നല്ലതായിരുന്നു. വില്ലുപ്പാനെ പറ്റി എനിക്ക് ഒരു 10 വയസ്സോ 12 വയസ്സോ ഉണ്ടാവും. വില്ലുപ്പാൻ തന്നെ ബഞ്ഞി കഴിഞ്ഞിട്ട് ടൈലും പോകും. ഒരു വടി ഉണ്ടാവും, 2 വടിയുണ്ട്. ഒരു വടി ഒരു സ്ഥിരം, ഒന്ന് സ്പെഷ്യലായിട്ട് മംഗളത്തിന്, പിന്നെ 6 മൈലിലെ പള്ളിയുണ്ടല്ലോ പെരുന്നാൾക്ക് 2 പെരുന്നാൾക്ക് അവിടെ കുത്തുവേണ്ട. അന്ന് ഒരു സിൽവറിൻ്റെ വടിയുണ്ട്, ആ 2 വടിയാണ് ഉപയോഗിക്കുക. മംഗളത്തിന് ഉപയോഗിക്കുകയും വടിയാണ് സിൽവറിൻ്റെ വടി. ബാക്കി വടിയുണ്ട്. രണ്ട് പള്ളിൻ്റെ കാരണസ്ഥാനം അല്ല, 2 പള്ളിൻ്റെ കാരണസ്ഥാനം ഓർക്കണ്ട. അല്ലല്ല, 6 മൈലും 4 മൈലും. അന്നത്തെ കാലത്ത് എന്തെങ്കിലും നമുക്ക് ഒരു കാര്യമായ ഒരു സാമൂഹ്യ, അതായത് പൊതുവായിട്ടുള്ള കാര്യത്തിൽ നമ്മളെ സൂപ്പിക്കാരനോട് ഏർപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഉണ്ടോ? ആ, അതായത് പക്യാജിക്കായിരിക്കും അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത്, പക്യാജിക്കും അത് നടപ്പിൽ വരുത്തുന്നത് കാര്യങ്ങളെല്ലാം സൂപ്പിക്കാരനോടെ നേതൃത്വത്തിലാണ്. കാര്യമായിട്ടുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ കാർഷിക വരുമാനം തന്നെയാണല്ലേ. എല്ലാ സാമൂഹ്യ കാര്യങ്ങളിൽ ഓരോ ഏർപ്പെടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് 6 മൈലിലെ കിണർ, 6 മൈൽ സത്രത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്ന അതെല്ലാം അതിൻ്റെ സൂത്രധാരൻ സൂപ്പിയാക്കിയാണെങ്കിലും അത് അതിനുള്ള ഫണ്ട് കണ്ടെത്തൽ പക്യായിക്കയിലൂടെ ആയിരിക്കും അല്ലേ. ഒന്നുമില്ല, കമ്മിറ്റിയും പ്രസിഡന്റും കാരണന്മാർ തന്നെ, നമ്മളെ കാരണന്മാർ തന്നെയാണ് ഉണ്ടായത്. അല്ലാഹു അക്ബർ, വേറ്റുമലയിൽ സ്ഥാപിക്കപ്പെട്ട കതിരൂർ മുസ്ലിം LP സ്കൂൾ, 6 മൈലിൽ ഇന്നും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കിണർ എന്നിവ നിർമ്മിച്ചതും അദ്ദേഹം തന്നെയാണ്. വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനായി ഒരു സത്രവും ഒരു ചുമട് താങ്ങിയും അദ്ദേഹം അതോടൊപ്പം സ്ഥാപിച്ചിരുന്നെങ്കിലും വികസന മുന്നേറ്റത്തിലും കാലപ്രവാഹം കൊട്ടിയൂരിലേക്കും ശബരിമലയിലേക്കുമുള്ള കാൽനടക്കാരായ തീർത്ഥാടകർ വിശ്രമിച്ചിരുന്നത് 6 മൈലിലെ സത്രത്തിൽ തന്നെയായിരുന്നു. അവർക്കുള്ള അന്നവും ആഹാരവും കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കണ്ട നിസ്വരായ മനുഷ്യരായിരുന്നു നമ്മുടെ പിതാമഹന്മാർ എന്നത് നമുക്കിന്നും അഭിമാനിക്കാവുന്നതും മാതൃകയാക്കാവുന്നതുമായ ഒരു പുണ്യപ്രവൃത്തിയാണ്. നമ്മുടെ 6 മൈല് സത്രത്തിൽ വരുന്ന കൂട്ടർക്കുള്ള എന്തെല്ലോ സഹായങ്ങൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് ചെയ്യലുണ്ടെന്ന് പറഞ്ഞു. പല ഭാഗത്തു നിന്ന് പല നാടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ, അത് ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു? സത്രത്തില് 6 മൈലിൽ സത്രം ഉണ്ടായിരുന്നില്ല. കിണറുണ്ട്. പിന്നെ അവിടെ വരുന്ന ഉമ്മ സ്വതവേ നെല്ല് കൊടുക്കലുണ്ട് അവർക്ക്, ഇതാക്കിയിട്ട് ഭക്ഷണത്തിന് അത് കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ അതിൻ്റെ തൊട്ടിട്ട് തന്നെ നമ്മളെ ഇത് തലച്ചുമടായിട്ട് വരുന്ന കൂട്ടർക്ക് ഒരു വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട്, അതായത് ചുമട് താങ്ങി നേരം പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഏർപ്പാടെല്ലാം നമ്മളെ ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളൊരു കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആടെയൊന്നും ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഏതൊരു അന്തേവാസിയായാലും, അതായത് നമ്മളെ സമയത്തോളം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യലുണ്ടല്ലേ. കൊട്ടിയൂർ, ശബരിമല,
അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പൊതു കിണർ അതിപ്പോൾ അതിപ്പോഴും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അന്ന് അല്ല, അത് നിർമ്മിച്ചത് നമ്മളെ ഈ ശത്രു ഉണ്ടാക്കിയ ഉപ്പിയ, ശത്രു ഉണ്ടാക്കിയത് ഈ ചുമട് താങ്ങി ഉണ്ടാക്കിയ ഉപ്പിയ. ചുമട് താങ്ങിയല്ല. അന്നത്തെ കാലത്ത് ഇത് ഇങ്ങനെ തലച്ചുമടായിട്ട് വരുന്ന സാധനങ്ങൾ തൽക്കാലം അവിടെ തല ഒന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് മാറിയിട്ട് തലശ്ശേരി മാർക്കറ്റിലേക്ക് പോവുക ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ വേറ്റുമലിൽ സ്ഥാപിക്കപ്പെട്ട മദ്രസയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തെ വലിയൊരു തുകയായ 1000 രൂപയും അതോടൊപ്പം എല്ലാ വർഷവും സ്വന്തം വീട്ടിലെ തെങ്ങിന്റെ ആദായവും സംഭാവന ചെയ്ത ശ്രീ വടവതി അനന്തനെ മതസൗഹാർദ്ദത്തിന്റെ പ്രകാശ ഗോപുരമായി എന്നും നമ്മൾ സ്മരിക്കേണ്ടതാണ്. ജാതി മത പരിഗണനകൾക്ക് അതീതമായി ദേവർകുന്ന് പത്മനാഭനെ പോലെയുള്ള മഹത് വ്യക്തികളും അവരുടെ പിതാമഹന്മാരും നമുക്കൊപ്പം ചേർന്നായിരുന്നു ഇക്കാലം അത്രയും പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മുന്നിൽ നിന്നത്. ഫക്കീർ ഹാജി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ പിന്നണിയിൽ നിന്നുകൊണ്ട് നിശബ്ദനായി പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഫക്കീർ ഹാജിയുടെയും സൂപ്പി കാരണവരുടെയും നേതൃത്വത്തിലാണ് സ്കൂൾ ആരംഭിച്ചതെങ്കിലും അവർ മാനേജരായി ചുമതലപ്പെടുത്തിയത് അബൂബക്കർ സീദിയെ ആയിരുന്നു. ആ വിളക്കുമാടങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വെള്ളി വെളിച്ചത്തിലായിരിക്കണം നമ്മളും യാത്ര തുടരേണ്ടത്. സാമൂഹ്യ പ്രസക്തമായ ഒട്ടേറെ പ്രവൃത്തികളിലൂടെ അന്നത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ തല ഉയർത്തി നിന്നിരുന്നു. അതിലൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് വേറ്റുമൽ ആണിക്കാംപൊയിൽ റോഡ്. മുൻ പള്ളി പ്രസിഡന്റ് അന്ത്രുവിൻ്റെ പിതാവ് സൈനാറും കണ്ണൂരിലെ പ്രശസ്തമായ മോഹൻരാജ് ബസിന്റെ ഉടമ അച്ചു ഫിറ്ററുടെ നേതൃത്വത്തിലായിരുന്നു ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ആ റോഡ് നിർമ്മിച്ചെടുത്തത്. നാട്ടിലും പ്രവാസ ലോകത്തുമായി വ്യവസായ രംഗത്തും വാണിജ്യ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലും ഉന്നത വിദേശ കാര്യാലയങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ തലമുറകളിലൂടെ പൊതുസമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളുടെ അടിത്തറയിലാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്ന സാമൂഹ്യ അംഗീകാരം രൂപപ്പെട്ടത്. അറയ്ക്കൽ രാജകുടുംബത്തിൽ വരെ വിവാഹവേളകളിൽ പാട്ടുപാടാൻ പ്രത്യേക ക്ഷണമുണ്ടായിരുന്ന ഗായികമാരായ ആമിനയും ഉമ്മാച്ചയുടെയും പിൻതലമുറക്കാരാണ് നമ്മളെന്നത് ഈ കുടുംബത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇശൽ നിലാവിൽ നമ്മുടെ ഓരോ ആഘോഷവേളയും പെയ്ത് നിറയുമ്പോൾ ഓരോ ഒപ്പനപ്പാട്ടിലും പാടി മറഞ്ഞുപോയ ആ അനുഗ്രഹീത ഗായികമാരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കും. പെൺകരുത്തിന്റെ ഉദാത്തമായ പ്രതീകം കൂടിയായിരുന്നു ഉമ്മാച്ചി. വസൂരി രോഗം ആഞ്ഞടിച്ച അക്കാലത്ത് ജാതി മതഭേദമന്യേ രോഗികളെ ശുശ്രൂഷിക്കാൻ ധീരമായി രംഗത്തിറങ്ങിയ ഉമയ്യയുടെ വാക്കുകൾക്ക് കുടുംബക്കാരണവന്മാർ പ്രത്യേകം വില കൽപ്പിച്ചിരുന്നു. ഓർമ്മകളുടെ ആൽബമാണ് ഓരോ കുടുംബ സംഗമവും. നമുക്ക് മുമ്പേ കടന്നു പോയവരെ ഓർമ്മിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണിത്. നമ്മളിൽ ഭൂമിയിൽ പിറക്കാൻ കൂടി കാരണക്കാരായ ആ മൺമറഞ്ഞു പോയവരുടെ അനുഗ്രഹങ്ങൾ കൂടി അപേക്ഷിക്കാനുള്ള ഒരു വേളയാണ് ഈ സംഗമം. ഒപ്പം ദാരിദ്ര്യത്തിന്റെ ഉഷ്ണ ദിനങ്ങളിലൂടെ കഠിനാധ്വാനം ചെയ്ത് ഇന്ന് സമൃദ്ധിയുടെ നിറനിലാവിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയവരോടുള്ള നന്ദി കൂടിയാണ് ഈ സംഗമത്തിന്റെ ലക്ഷ്യം. കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കേണ്ടതിനെക്കുറിച്ച് നിരന്തരം നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയാണ്.
ഇസ്ലാം മതം അത്രയേറെ പവിത്രത കുടുംബത്തിന് നൽകുന്നു. ഇവിടെ അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒത്തുചേരൽ നടക്കുന്നു. ഇശൽ നിലാവ് പോലെ കുടുംബാംഗങ്ങളുടെ സ്നേഹം പെയ്തിറങ്ങുന്ന ഒരു ദിനം. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. ഇന്നലകളിലെ സങ്കടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ഇന്നിൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ നയിച്ച പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനായി ഈ വേളയിൽ നമുക്ക് ദുആ ചെയ്യാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ.